യോടെ പ്രവർത്തിച്ചവനായിരുന്നു അബു അരീക്കോട്. ഈ അബു അരീക്കോടിന്റെ വേർപാട് അവനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നത്, അവൻ വളരെ പ്രയാസത്തിലായിരുന്നു എന്നുള്ളത് ഈ പറയുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. അബു അവസാനമായി ചെയ്ത ഒരു വീഡിയോയുടെ ദൃശ്യം നമുക്ക് ഒന്ന് കാണാം. ഈ നാട്ടിലെ മനുഷ്യരോട് എന്ത് മറുപടി പറയും? കേരളം അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ച ദിവസം, ഈ കേരള പിറവി ദിനത്തിൽ ലോകത്ത് രണ്ടാമതായി, രാജ്യത്ത് ഒന്നാമതായി കോൺഗ്രസ് ഭരിക്കുന്ന, BJP ഭരിക്കുന്ന ഒട്ടനവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ. അവിടെയൊന്നും സാധ്യമാകാത്തത് ഈ കേരളത്തിൽ സാധ്യമായിരിക്കുന്നു. അതിദരിദ്രരില്ലാത്ത നാടായി ഈ കേരളം മാറിയിരിക്കുന്നു. അതിൽ പോലും അവസാനം പറയുന്ന ഒരു വാക്ക്, അതിദരിദ്രരില്ലാത്ത ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത്. അബുവിനെ പോലെ എത്രയും ആത്മാർത്ഥതയുള്ള, എത്രയും ധൈര്യശാലിയായിരുന്ന ഒരു സഖാവിന് പോലും ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് എങ്കിൽ അവനെ നിങ്ങൾക്ക് കൈപിടിച്ച് കയറ്റാമായിരുന്നു. നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തിക്കുന്ന പലർക്കും അറിയാമായിരുന്നു അബുവിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന്. മരണപ്പെട്ടതിന് ശേഷം അബു, നീ ഞങ്ങളെ വിട്ടു പോയല്ലോ, എന്തായിരുന്നു നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേർ രംഗത്ത് വരുന്നത് കണ്ടു. അവന്റെ പ്രശ്നങ്ങൾ അറിയാമായിരുന്നിട്ടും അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഈ പ്രസ്ഥാനത്തിൽ ആരെങ്കിലും തയ്യാറായോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. എത്രയോ ആളുകൾക്ക്, കൊലയാളികൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനം കേസ് നടത്താനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി കോടികൾ ചെലവാക്കുന്നു. കൊല്ലപ്പെട്ട RSS പ്രവർത്തകന് വരെ 20 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്ത പാരമ്പര്യമുള്ളവരല്ലേ നിങ്ങളുടെ പാർട്ടി? അഭിമന്യു എന്ന ചെറുപ്പക്കാരനെ മരണപ്പെട്ടതിനു ശേഷം 3 കോടി രൂപയോളം പിരിച്ചവരല്ലേ നിങ്ങളുടെ പാർട്ടി? ആ ഫണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിയുള്ള ഫണ്ടിൽ നിന്നാണെങ്കിലും അബുവിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ചേർത്ത് പിടിക്കാമായിരുന്നു. നിങ്ങൾ ചേർത്ത് പിടിച്ചോ? കേട്ടപ്പോൾ വല്ലാത്ത ആശ്ചര്യമാണ് തോന്നിയത്. കാരണം ഇത്രയും ധൈര്യശാലിയായ, ഇത്രയും ആത്മാർത്ഥതയുള്ള ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അണികൾക്ക് ആവേശം പകരുന്ന അബു അരീക്കോട് പഠിക്കുന്ന റൂമിൽ, ആ ഹോസ്റ്റലിൽ, നോളജ് സിറ്റിയിൽ ബിരുദ പഠനത്തിന് ചേർന്ന അതേ റൂമിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാരണം കടക്കെണിയാണ്, ദാരിദ്ര്യമാണ്. അവൻ അവസാനമായി പറഞ്ഞതും ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, അവന്റെ ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞത് കേരളം അതിദാരിദ്ര്യമുക്തമായ നാടായി മാറിയിരിക്കുന്നു എന്നാണ്. ഈ സഖാവിന്റെ വിയോഗത്തിന് ഈ പാർട്ടിക്ക് എന്ത് മറുപടി പറയാൻ കഴിയും? ജീവിച്ച കാലം അത്രയും അവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ലേ ജീവിച്ചത്? നിങ്ങൾ അവന് തിരിച്ച് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ, ആത്മഹത്യ ചെയ്തവരോട് യാതൊരു സഹതാപവും എന്നെ സംബന്ധിച്ചില്ല. അതിന്റെ വാപ്പയായാൽ പോലും തിരിഞ്ഞു നോക്കരുത് എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷേ അബുവിനെ പോലെ അത്രയും ധൈര്യശാലിയായ, സധൈര്യം എല്ലാത്തിനെയും വെട്ടിത്തുറന്ന് പറയാൻ അവൻ കാണിക്കുന്ന ആ ഒരു ആത്മധൈര്യവും അവൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ഭീരുവിനെ പോലെ അബു ആത്മഹത്യ ചെയ്തത് ഈ കാലഘട്ടത്തിലാണ്. രാഷ്ട്രീയം പറയുകയല്ല, പക്ഷേ ഈ കാലഘട്ടത്തിലും അബുവിനെ പോലെ ഒരു ഉറച്ച സഖാവ് ആത്മഹത്യ ചെയ്തു എങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ജീവിക്കാൻ അത്രമാത്രം ബുദ്ധിമുട്ടാണ് ഈ കേരളത്തിൽ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അബു അരീക്കോടിന്റെ മരണം.